അതെ, വണ്ണപ്പുറം. കാണുന്ന കാണുന്നില്ല എന്ന് പറയുന്നത്. കാണുന്നില്ല എന്ത് ചേച്ചി? അതേന്ന് പറയുന്നുണ്ട് ജോൺസൺ. അവിടെയാണോ അയച്ചത്? ഒന്നും കണ്ടില്ല. എവിടെ പോയി അയച്ചത്? ഞാൻ കണ്ടു. അയച്ചതൊന്നും കണ്ടില്ല. ഞാൻ കാണും, എനിക്ക് ഇഷ്ടമാണ് കാണും. ചേട്ടാ, ഞാൻ അങ്ങനെ ചോദിച്ചത് എന്താണെന്നറിയോ, ഈ വണ്ണപ്പുറം എന്ന് പറയുന്ന ഭാഗത്ത് ഞാൻ അവിടെ കുറച്ച് നാളുണ്ടായിരുന്നു. ഒരു മാസം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മാരേജ് അന്ന് ആ സമയത്ത് അവിടെ വെച്ചിട്ടായിരുന്നു എൻ്റെ മാരേജ് നടത്തിയത്. അവിടെ സിറ്റിയാണ് വണ്ണപ്പുറം, എനിക്കറിയാം. അത് അവിടുത്തെ ഒരു രജിസ്റ്റർ ഓഫീസിൽ നമ്മളൊരു ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ പിന്നെ അത് അവിടെ വെച്ചിട്ട് നടത്തി. ബന്ധുക്കളൊക്കെ അവിടെ വെച്ചിട്ടൊക്കെ നടത്തി. അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ അവിടെ കുറച്ച് ആൾ നമ്മൾ ബന്ധുക്കളോടൊക്കെ പോക്കണം. പുള്ളിയുടെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അവിടെയുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ കല്യാണമൊക്കെ രജിസ്റ്റർ ചെയ്ത് അവിടെയാണ്. കാണണ്ടാന്ന് അയച്ചതൊന്നും കണ്ടില്ല, കാണണ്ടാന്ന് പറയുന്നുണ്ട്. ഞാൻ കാണും. മോളിൽ പറഞ്ഞതാ കാര്യം. ആണോ? അയച്ചതൊന്നും കണ്ടില്ല. എന്നാ എനിക്ക് നിമിഷ ചേച്ചി വന്നിട്ട് എന്താ ചെയ്യുന്നത്, എനിക്കിങ്ങനെ ഹാർട്ട് അയക്കുന്നുണ്ട്. ഞാൻ കാണുന്നുണ്ട്, ഞാൻ സംസാരിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. എന്താ, ഞാൻ കരിമണ്ണൂർ അറിയാമോ? കരിമണ്ണൂർ കേട്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇച്ചിരി ഒരു മാസം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വണ്ണപ്പുറത്ത് നമ്മൾ സിനിമ കാണാനൊക്കെ പോയില്ല. അന്ന് ആ സമയത്ത് ഒരു നമ്മുടെ നിറം സിനിമ ഞാൻ വണ്ണപ്പുറത്ത് അവിടുത്തെ തിയേറ്ററിനാണ് ഞാൻ കണ്ടത്, നിറം സിനിമ. ആ സമയത്ത് ഞാൻ സാം ഒരു രക്ഷയുമില്ല എന്ന് പറയുന്നുണ്ട്. നിമിഷ ചേച്ചി, നിമിഷ മാം എന്തുണ്ട് വിശേഷമെന്ന് നമ്മുടെ സാം ചേട്ടൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് അവിടെയൊക്കെ ഇഷ്ടമാണ് കേട്ടോ, നല്ല സ്ഥലമല്ലേ. അവിടെ എന്തോ ഒരു അപായമുള്ള ഒരു സ്ഥലമുണ്ട്, എനിക്കതിൻ്റെ പേര് മറന്നുപോയി. അന്ന് എനിക്ക് അവിടെ കാണാൻ പോകണമെന്ന് അതിപ്പോൾ കൊണ്ടുപോയില്ലായിരുന്നു, വേണ്ടെന്ന് പറഞ്ഞു. 5 കിലോമീറ്റർ ആണോ ചേട്ടാ? ഓക്കെ, അവിടെ നിന്നല്ലേ? തൊഴുപുഴ കരിമണ്ണൂർ അല്ലേ എന്ന് ചേട്ടൻ ചോദിക്കുന്നുണ്ട്. അതേ സാം എന്ന് ജോൺസൺ ചേട്ടൻ. അത് മാത്രമല്ല, സബ് ചെയ്യാൻ പറയുന്നു, അത് കാണുന്നില്ല. നല്ല വിശേഷം സാം. അത് നമ്മുടെ നിമിഷ ചേച്ചി, സാം ചേട്ടൻ, നമ്മുടെ എല്ലാവർക്കും നമ്മുടെ ഇതിലുള്ള ആര് വന്നാലും അവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പരിചയപ്പെടണം. എല്ലാവരുമായിട്ട് സൗഹൃദങ്ങൾ നിലനിർത്തണം. നമ്മുടെ ചാനൽ സൗഹൃദം ചാനലാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു സൗഹൃദം, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ നിമിഷ ചേച്ചീനെ സബ്ബൊക്കെ കൊടുത്ത് ഹെൽപ്പ് ചെയ്യണം. പാവം ചേച്ചി, അപ്പോൾ ചേച്ചീനെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് നിൽക്കാം, ചാനലുള്ളവരും ഇല്ലാത്തവരും. പിന്നെ നമ്മളോട് കൂട്ടുകൂടെ വരുന്നവരുണ്ടല്ലോ, അവരൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ നിൽക്കാം. പിന്നെ നമ്മുടെ പ്രവീൺ വന്നിട്ട് ഗുഡ് നൈറ്റ് പറയുന്നു. ഗുഡ് നൈറ്റ് പറയാറൊക്കെ ആയോ പ്രവീണെ? എന്താ സമയമൊന്നും ആയില്ലല്ലോ, പിന്നെ എന്തിനാ ഇപ്പോഴേ ഗുഡ് നൈറ്റ് പറഞ്ഞു പോകണം? ഒരു 11 മണിയൊക്കെ ഇരുന്നുണ്ടേ ഗുഡ് നൈറ്റ് പറഞ്ഞു പോവാതെ. എന്താ നാളെ പണിയുണ്ടോ? അതെ, ഞാൻ പാവമാണ്. പാവാന്ന് സത്യത്തിൽ നിമിഷ ചേച്ചിയുടെ ചാനലിൽ ഞാൻ പോകാറുണ്ട്. നിമിഷ ചേച്ചിയുടെ വർത്താനൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. എനിക്കിങ്ങനെ ഒരുപാട് സമയം നിൽക്കണമെന്നുള്ളൂ. പക്ഷേ ആ ഷോപ്പിൻ്റെ അതായത് ഇതിലാണ് GPay ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ GPay ഇതൊക്കെ വരുമ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇച്ചിരി അങ്ങോട്ട് ഉറങ്ങുമ്പോൾ തൊഴിലുഴ ഒത്തിരി കറങ്ങി നടന്ന സ്ഥലമാണ്. ആണോ സാംചേട്ടാ? അവിടെ വണ്ടി ഓടാൻ പോയിട്ടുണ്ടല്ലേ? ഞാൻ അവിടെ ഒരു മാസം നിന്നുള്ളൂ. ഒരു മാസം കഴിഞ്ഞ് നാട്ടിലേക്ക് പോന്നു. പിന്നെ ഉറങ്ങുമ്പോൾ യെസ്, ഉറങ്ങാൻ പോകുന്നു എന്ന് പറയണം പ്രവീൺ. ഓക്കെ, എന്നാ പിന്നെ പ്രവീൺ പൊക്കോളൂ, നാളെ പണിയുണ്ടല്ലോ. അപ്പോൾ അത്ര പാവമല്ല. അതെന്താ ചേച്ചി? ജോൺസൺ ലൈഫ് ബൈ നിമിഷ പിൻ ചെയ്യാം നിമിഷ ചേച്ചി. അത് തന്നെ നമ്മുടെ ഇതിനെ ഒന്ന് ചേട്ടൻ പിൻ ചെയ്യാം. ഞാൻ പിൻ ചെയ്യാം. എനിക്കറിയില്ല, ഞാൻ ഇത് പിൻ ചെയ്യാനൊക്കെ പഠിക്കണം. എവിടെയോ കുത്തിയല്ല പിൻ ചെയ്യാനൊന്നും. സത്യമായിട്ട് ഞാൻ ഇതൊക്കെ പഠിക്കണമെന്ന് പറയണല്ല, പഠിച്ചിട്ടില്ല. എനിക്ക് സത്യം ബ്ലോഗ് എടുക്കാൻ അറിയില്ല, പിൻ ചെയ്യാൻ അറിയില്ല. എന്താ സംഭവം നോക്കാം. നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് കേൾക്കണം. ആണോ? നിമിഷ ചേച്ചി എവിടെ നാടകത്തിൽ? സബി എന്നെ പിൻ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ചേച്ചി എവിടെ കുത്തിയല്ലേ ഈ പിൻ ചെയ്യുക എന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കട്ടെ. ഞാനും ഒന്ന് നോക്കാം, പിൻ ചെയ്യാൻ പറ്റുമോ നോക്കാം. എവിടെയാ ഇത് വന്നിട്ട് എവിടെ കുത്തിയാലാണ് പിന്നാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ ഇതുപോലെ കുത്തിയാണ് ഏതാ വാക്കിന് ചേച്ചി പോയത്.